വെൽക്കം. ടെക്ഹാക്ക്വർക്കിൻ്റെ പ്രീമിയർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഗേറ്റിൻ്റെ ഹിഞ്ചസ് എങ്ങനെ അടിച്ച് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചിട്ടില്ല. താഴത്തേക്കുള്ള കുറ്റി അടിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് ഹിഞ്ചസ് അടിക്കുന്ന വീഡിയോ മാത്രമായതുകൊണ്ട് ഒന്നുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് വെറുതെ കണ്ട് മുഷിയണമെന്നില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്തോ കേട്ടോ. അപ്പോൾ ഗേറ്റിന്റെ താഴെയുള്ള പുഷ് ഹിഞ്ചസ് അല്ലെങ്കിൽ പിൻ ഹിഞ്ചസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ 2 ആംഗ്ലർ വെച്ചിട്ട് ഈ 2 ഭാഗത്ത് ഇങ്ങനെ വെൽഡ് ചെയ്യും. അപ്പൊ ഈ ഗ്യാപ്പ് കാണാൻ വേണ്ടി പോറാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കണ്ടിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് GI പൈപ്പ് അല്ലെങ്കിൽ GP പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റ് ഇവിടെ വെൽഡ് ചെയ്യും. ഈ ഒരു ഭാഗത്ത് വെൽഡ് ചെയ്യും. അപ്പൊ അതിന് പിടുത്ത എക്സ്ട്രാ ഇത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫ്ലാറ്റോ അല്ലെങ്കിൽ എന്തൊക്കെ വെൽഡ് ചെയ്തിട്ടുണ്ടാവും. കാണാൻ ഒരു നല്ല വൃത്തികേടാണ്. ശരിക്കും ഈ ഭാഗം പൊങ്ങി നിന്ന് ഇന്റർലോക്കിന് വേണ്ടിയിട്ട് പൊക്കി വെച്ചതുണ്ട്. ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ സ്ലോപ്പുള്ള ഭാഗമല്ലാന്നെങ്കിൽ ശരിക്കും അവർ പൊക്കിയിട്ട് തന്നെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഇത്ര വരെയുള്ള ഭാഗം ലേത്തിൽ കട്ട് ചെയ്ത് കളയും. ഏകദേശം ഒരു 20 mm ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റീലിന്റെ ബാലൻസ് ഉള്ള ഹാൻഡ് റെയിലിന്റെ 304 അല്ലെങ്കിൽ 202 പൈപ്പ് ഉണ്ടാവും. അപ്പൊ ആ പൈപ്പിലേക്ക് ടൈറ്റിൽ അടിച്ച് കയറ്റിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആ ഗ്രൂവിൽ വെൽഡ് ചെയ്യും. SS വെൽഡിംഗ് റോഡിൽ തന്നെ വെൽഡ് ചെയ്യും. അതുകൂടാതെ ഇവിടുന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് വെൽഡിംഗ് കൊണ്ട് തന്നെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു വെൽഡിംഗും കൂടെ അതിൽ കൊടുക്കും. പിന്നെ അതിനുശേഷം ഇവിടെ ഇങ്ങനെ TMT ബാർ വെച്ചിട്ട് ക്രോസും കൂടി കൊടുക്കും. അപ്പൊ നമുക്ക് വേണമെന്ന് വെച്ച് ഇങ്ങനെ പൊക്കി നിർത്തിയാലും ആ ഒരു ബോറ് തോന്നില്ല. അപ്പൊ അത് ഉണ്ടാക്കുന്ന കൂടെ നമുക്ക് ഏതായാലും കാണാം. എയ്ത്ത് വർക്കിനെ പറ്റിയുള്ള വീഡിയോസ്, നല്ല വീഡിയോസ് വരുന്നുണ്ട്. ഏതായാലും നല്ല നല്ല വീഡിയോസ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിലാണ്. ഏതായാലും നല്ല വീഡിയോസ് ഇനി പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് വെൽഡ് ചെയ്യുന്നൊന്നും കാണിച്ചില്ല. എന്നാലും അതിൻ്റെ ഏകദേശം ഒരു രൂപം കണ്ടിട്ടുണ്ടാവും. അത് കാര്യമായിട്ടൊന്നുമില്ല. അതിന് ക്രോസ് ഒരു TMT ബാർ വെക്കാനേ ഉള്ളൂ. എന്നാലും സൈഡ് ഇഞ്ചസ് എങ്ങനെ വെക്കുന്നുള്ളത് കാണിച്ചിട്ടില്ല. അപ്പോൾ സൈഡ് ഇഞ്ചസ് വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 1.25 ഇഞ്ചിൻ്റെ ആംഗ്ലർ എടുക്കും. എന്നിട്ട് 1.25 ഇഞ്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ പീസ് ഒഴിവാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇഞ്ചസ് വെക്കും. ആ ഇഞ്ചസിൻ്റെ മുകളിലേക്ക് തന്നെ 1.25 ഇഞ്ചിൻ്റെ ഈ ഒരു നീളത്തിലുള്ള പീസും കൂടി മുറിച്ചെടുക്കണം. ഇത് ടോട്ടൽ നീളത്തിൽ നിന്ന് ഈ ഒരു നീളത്തിലുള്ള പീസ്. അപ്പോൾ അതിങ്ങനെ മുകളിൽ വെച്ചതിന് ശേഷം ഈ ഒരു പീസ് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇതൊരു ബോക്സ് ഷേപ്പിലായി കിട്ടുകയും ചെയ്യും. ഈ ഭാഗത്തുമായിട്ട് വെൽഡ് ചെയ്ത് ഇതിൻ്റെ അടിയിലും വെൽഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗത്തും വെൽഡ് ചെയ്യാൻ പറ്റും. 2 സൈഡും നല്ല വെൽഡിങ് കിട്ടും. ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, നമ്മൾ TMT ബാർ ഈ ഭാഗത്ത് ഇങ്ങനെ ക്രോസ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെൽഡിങ്ങിൻ്റെ ഒരു ഫാൾട്ട് കൊണ്ട് ഈ ഗേറ്റ് തൂങ്ങാനുള്ള ഒരു ചാൻസും ഇല്ല എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത. സാധാരണ എല്ലാവരും ചെയ്യുന്ന രീതി വെച്ച് നോക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ട് ഡയറക്റ്റ് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം TMT ബാർ ഇങ്ങനെ വെക്കും. അപ്പോൾ ഈ വെൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് മാത്രമേ ഇതിനുണ്ടാവും. അപ്പോൾ അത് പ്രശ്നം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിലെ ഭാഗം കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനെ തൂങ്ങി മുകൾ ഭാഗം മുട്ടി അടിഭാഗം ഗ്യാപ്പ് കൂടിയിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഈ നീളത്തിലുള്ള ആംഗ്ലർ ഒന്ന്, അതിനെക്കാട്ടി 1.25 ഇഞ്ച് നീളത്തിലുള്ള ഒന്ന് മുറിച്ചെടുക്കുക. അതിൻ്റെ 1.25 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഭാഗം ചെറിയൊരു പീസ് മുറിച്ചങ്ങ് കളയും. അപ്പോൾ അതൊരു ഫ്ലാറ്റ് ഷേപ്പിലാക്കി എടുക്കുക. അതായത് ഈ ആംഗ്ലറിൻ്റെ ഈ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അപ്പോൾ ഈ 2 പീസും കൂടി ഇങ്ങനെ ഈ ലെങ്ത്തിലുള്ള എടുക്കുക. ഇത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് ഫോമിലായി. ഈ ബോക്സിൻ്റെ പിടുത്തത്തിൽ ആംഗ്ലറിൻ്റെ ഹിഞ്ചസിൻ്റെ ഈ ഭാഗത്തും വെൽഡ് ചെയ്യുക, ഈ ഭാഗത്തും വെൽഡ് ചെയ്യുക, അടിഭാഗത്തും വെൽഡിങ് കിട്ടും. അപ്പോൾ ഒരു കാരണവശാലും തൂങ്ങില്ല. അപ്പോൾ ജോയിൻ ചെയ്തവരാരും നിരാശരാവില്ല. എന്തായാലും നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള അറിവ് അതിൽ സാധാരണ ഞാൻ ചാനലിൽ പറഞ്ഞു തരാത്ത കാര്യങ്ങൾ ജോയിൻ ചെയ്ത് ഇതിലേക്ക് കൂടി നിങ്ങൾക്ക് ഏതായാലും അറിയിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും വെൽഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. വെൽഡ് ചെയ്തിട്ടും കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം.
അപ്പോൾ പലർക്കുള്ള സംശയം ഇതെന്തിന് ഇത്രയും ലെങ്ത് വെച്ചിട്ടുള്ളതെന്ന്, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ, പിന്നെ എന്തിന് ഇത്രയും അധികം വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ചില ആൾക്കാർ ഇത് സ്ട്രൈറ്റ് ആയിട്ട് വെക്കും. 10x10 ബോക്സാണ് സാധാരണ പില്ലറിന് അടിക്കുക. അപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുന്നവരുണ്ട്, കോർണറായിട്ട് വെക്കുന്നവരുണ്ട്. കോർണറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ഒരുപോലെ തുറക്കാൻ പറ്റുന്നുള്ളതാണ്. തുറന്ന് മടക്കിയ തന്നെ വെക്കാൻ പറ്റും രണ്ട് ഭാഗത്തും. അപ്പോൾ ഞാൻ ചില സ്ഥലത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാ ഈ ഇമേജ് ഞാൻ കാണിക്കാതെ ഇതുപോലെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഈ ടവർ ബോൾട്ട് അടിക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിലും അതിനാവശ്യമായ കുറ്റി അഥവാ ലോക്ക് ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ 1 ഇഞ്ച് SS ബാലൻസ് വന്ന പൈപ്പ് എടുത്തിട്ട് അതിലേക്ക് TMT ബാർ വെൽഡ് ചെയ്യുന്നതാണ്. അപ്പോൾ SS പൈപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോലത്തെ പൈപ്പാണ്. അപ്പോൾ അതിനകത്ത് 2 TMT ബാർ രണ്ടെണ്ണേ ആവശ്യമുള്ളൂ. സെൻറ്ററിൽ നമുക്ക് ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കേണ്ട ആവശ്യമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഇതാണ് വരുന്നത്. അപ്പോൾ 3/4 ഇഞ്ച് ഫ്രീ ആയിട്ട് പോകുന്ന കണ്ടീഷനിലുള്ള പൈപ്പ് നോക്കിയെടുക്കുക. ചില തിക്നെസ് ഉള്ളത് 1 ഇഞ്ച് റൗണ്ടാണെങ്കിലും തിക്നെസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇത് 3/4 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 3/4 ഇഞ്ച് ഓടാമ്പലിൻ്റെ ഇത് താഴേക്ക് പോയി കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൂടി വെൽഡ് ചെയ്ത് ഇതിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും മിസ്സായതാണ്. ബാക്കിയുള്ളത് മനഃപൂർവ്വം ഒഴിവാക്കിയത് തന്നെയാണ്. ഞാൻ ഏതായാലും പ്രീമിയറിൽ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഏതായാലും ഇതും കൂടി നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾ അതും അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവുക ഫിനിഷ് ആയി കഴിഞ്ഞാൽ കുറ്റിയുടെ രൂപം. ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യണം നിർബന്ധമായിട്ട്. നിങ്ങളെ കാര്യങ്ങൾ എന്തെല്ലാം വിചാരിച്ച കമൻറ്റ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കമൻറ്റ് ഏതായാലും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.